See, this is our second problem. തൊട്ടു പിന്നെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ആ പ്ലെയിൻ സർഫസിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? റെക്ടാങ്കുലർ ആയിരുന്നു. ആ പ്ലെയിൻ സർഫസിൻ്റെ ഷേപ്പ് ഞാൻ ഇവിടെ മാറ്റി എന്ത് കൊണ്ടുവന്നിരിക്കുകയാണ്? സർക്കുലർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കൂ, ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ ഓൺ എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 1.5 meter which is placed vertically in water in such a way that the center of the plate is 3 meter below the free surface of water. Find the position of center of pressure also. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? First of all, we have to draw the free surface. This is our free surface. ഫ്രീ സർഫസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിക്കേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു സർക്കുലാർ സാധനം പ്ലേറ്റ് വരയ്ക്കണം. പക്ഷേ ആ സർക്കുലാർ പ്ലേറ്റ് എങ്ങനെയാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 1.5 meter ആണ്, വിച്ച് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻറ്റർ ഓഫ് ദ പ്ലേറ്റ് ഈസ് 3 meter ബിലോ. സെൻറ്റർ ഓഫ് ദ പ്ലേറ്റ് ഈസ് 3 meter ബിലോ. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ സർക്കുലാർ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഈ സർക്കുലാർ പ്ലേറ്റ് തൊട്ട് മുന്നേ പഠിച്ച റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ അപ്പർ സർഫസ് എന്തായിരുന്നു? ഈ ഫ്രീ സർഫസിൽ കോയിൻസൈഡ് ചെയ്തിരുന്നു. ഇവിടെ ഈ കാണുന്ന സർക്കുലാർ ടൈപ്പ് സർക്കുലാർ പ്ലേറ്റ് ഫ്രീ സർഫസ് തട്ടി നിൽക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്, ഒരല്പം താഴെയാണ്. എത്ര താഴെയാകണം? ഫ്രീ സർഫസിൽ നിന്ന് ഈ കാണുന്ന സർക്കുലാർ പ്ലേറ്റിൻ്റെ സെൻറ്റർ 3 meter താഴെ വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ സർക്കുലാർ പ്ലേറ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പ്ലേസ് ചെയ്യാം. നോക്കൂ, ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ സർക്കുലാർ പ്ലേറ്റ്. ഓക്കെ, ഈ സർക്കുലാർ പ്ലേറ്റിൻ്റെ ഈ കാണുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതിന് ഞാൻ ജി എന്ന് മാർക്ക് ചെയ്തു. ഈ ജിയിൽ നിന്ന് ഈ കാണുന്ന ഫ്രീ സർഫസിൽ നിന്ന് താഴോട്ടുള്ള ദൂരം എത്രയാണ്? 3 meter ബിലോ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇതാരാണ് ഈ 3 meter? ഈ 3 meter ആണ് നമ്മുടെ എച്ച് ബാർ. ഫ്രീ സർഫസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോമെട്രിക് ഷേപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമല്ലേ എച്ച് ബാർ. അപ്പോൾ ഡയറക്റ്റ്ലി അവർ എന്ത് തന്നിരിക്കുകയാണ്? എച്ച് ബാർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. ദെൻ ഈ കാണുന്ന എന്താണ്? ഈ കാണുന്ന നമ്മുടെ സർക്കുലാർ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ എന്തിനുണ്ട്? എത്ര ഡയമീറ്റർ നിൽക്കുന്നത്? വിച്ച് ഈസ് 1.5 meter ആണ് നമ്മുടെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ pressure forces, that is F is equal to total pressure. F is equal to simply rho g A h bar. റോ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ റോ നമുക്ക് എല്ലാവർക്കും അറിയാം 1000 kg/m3. ജി പണ്ട് ഏരിയ എന്താണ്? ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സർക്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ എന്താണ്? ഇറ്റ് ഇസ് സിംപ്ലി π/4 d² ആണ്. ദാറ്റ് ഈസ് π/4 ഇൻറ്റു ഡി എത്രയാണ്? 1.5 square ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. അപ്പോൾ അവിടുത്തെ ഏരിയ കിട്ടി. ഏരിയയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം നമുക്ക്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഏരിയ? 1.767 meter square ആണ് ഏരിയ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. എന്താണ്? റോ എത്രയാണ്? 1000 kg/m3. ജി 9.81, ഏരിയ 1.767 ഇൻറ്റു എച്ച് ബാർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എച്ച് ബാർ ഈസ് 3 ആണ്. ഇത് നിങ്ങൾ നേരെ കാൽക്കുലേറ്ററിൽ കൊടുക്കുക, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 52,002, 52,002.81 ന്യൂട്ടനാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സായ ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ കിട്ടി. രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണം. ഫ്രീ സർഫസിൽ നിന്ന് എത്ര ഡെപ്ത് താഴോട്ടാണ് നമ്മുടെ ഈ എഫ് ആയ റോ ജി എച്ച് ബാർ ആക്ട് ചെയ്യുന്ന സ്ഥലം. അതാണ് നമ്മുടെ എച്ച് സ്റ്റാർ. ദാറ്റ് ഈസ് അവർ എച്ച് സ്റ്റാർ. ഇക്വേഷൻ സെയിം ആണ്. ഏത് ഷേപ്പും ആയിക്കൊള്ളട്ടെ, ഇക്വേഷൻ റിമെയിൻ സെയിം ഫോർ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസസ്. ദാറ്റ് ഈസ് ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അപ്പോൾ ഇവിടെ എന്ത് വേണമെന്നും ആദ്യം കണ്ടെത്താനുള്ളത് ഐ ജി കണ്ടെത്തണം. വാട്ട് ഈസ് ഐ ജി? ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലാർ ക്രോസ് സെക്ഷൻ. ഓർമ്മയുണ്ടോ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുള്ളത് ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി π/64 ഇൻറ്റു ഡി റൈസ് ടു 4. ഏരിയ π/4 d² ആണെങ്കിൽ ഇവിടെ π/64 ഇൻറ്റു ഡി റൈസ് ടു 4 ആണ്. സോ π/64 ഇൻറ്റു ഡി റൈസ് ടു 4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് π/64 ഇൻറ്റു 1.5 meter റൈസ് ടു 4 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ദാറ്റ് ഈസ് 0.2485 അല്ലേ? 0.2485 meter റൈസ് ടു 4 ആണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഐ. കിട്ടി. എന്താണ് വാല്യൂ?
2485 ആണ് IG. ഡിവൈഡഡ് ബൈ ഏരിയ അറിയാം 1.767 ഇൻറ്റു എച്ച് ബാർ 3 പ്ലസ് 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വാല്യൂ ദാറ്റ് ഈസ് 3.0468 മീറ്റർ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എച്ച് ബാറിൻ്റെ വാല്യൂ. കണ്ടോ? സെയിം പ്രൊസീജിയറാണ്. ആ റെക്ടാങ്കുലർ പ്ലെയിനിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്തു അതേ സെയിം ഇക്വേഷൻ, സെയിം പ്രൊസീജിയർ. ആകപ്പാടെ വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഷേപ്പ് മാറുമ്പോൾ എന്ത് വ്യത്യാസം വരും? IG എന്ന് പറയുന്ന ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൽ ഇക്വേഷൻ മാറും. ദാറ്റ് ഈസ് 5/64 d⁻⁴ ആയിട്ട് മാറും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന നോക്കൂ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഒരു വെർട്ടിക്കൽ, ഇതാണ് സർക്കുലാർ പ്ലേറ്റ്. ഇവന് നമ്മളിങ്ങനെ എന്തിനാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന ആ വ്യൂ ആണ് അവിടെ എന്ത് വരച്ചിരിക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് സർക്കുലർ പ്ലേറ്റിനെ കാണും. ആ വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെയുള്ള ആ കാണുന്ന ആദ്യം വരച്ചിരിക്കുന്ന ആ വ്യൂ കൂടെ വരയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന സംഭവം ഒരു റെക്ടാങ്കുലർ ഷേപ്പായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ സംഭവമായിട്ട് ഫീൽ ചെയ്യും, ലൈക്ക് ദിസ്. ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു റെക്ടാങ്കുലർ സാധനമല്ലേ കാണത്തുള്ളൂ. അവൻ ഈ സൈഡിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഒരു സർക്കുലാർ ഷേപ്പ് കാണുന്നത്. ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? നമുക്ക് ലെറ്റ്സ് സേ ഇതാണല്ലോ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ്. ദിസ് ഈസ് അവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഈ കാണുന്ന തൊട്ട് താഴെയാണ് ആര് വരുന്നത്? P എന്ന് പറഞ്ഞ സെൻറ്റർ ഓഫ് പ്രഷർ. ഈ P എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് പ്രഷറിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആയിട്ടുള്ള ആ F ആക്ട് ചെയ്യുന്നത്. ആ Fൻ്റെ വാല്യൂ എത്രയാണ്? ആ Fൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 52,002.81 ന്യൂട്ടനാണ് ഈ കാണുന്ന F. ഇവൻ്റെ ലൊക്കേഷനാണ് ഫ്രം ദ ഫ്രീ സർഫസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? H സ്റ്റാർ എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഈ കാണുന്ന G വരെയുള്ള ദൂരം 3 മീറ്റർ ആണ്. തൊട്ട് താഴോട്ടുള്ള ദൂരം എത്രയാണ്? 3.0468 മീറ്റർ. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് നിങ്ങൾ ഇങ്ങനെ വരച്ച് കാണിക്കണം എക്സാമിന്. സംഭവം സിമ്പിൾ ആണെങ്കിൽ പോലും ആ കണ്ടുപിടിച്ച വാല്യൂ കറക്റ്റ് ഫിഗർ ഈ കാണുന്ന ഫ്രണ്ട് വ്യൂയും സൈഡ് വ്യൂ ഒക്കെ വരച്ചിട്ട് ആ H സ്റ്റാറിൻ്റെ ലൊക്കേഷൻ അവിടെ കൊണ്ട് നമ്മൾ F എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നന്നായി ഈ പറയുന്ന കൺസെപ്റ്റുകൾ അറിയാമെന്ന് എക്സാമിനർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ നമ്മൾ ഗിവൺ ഡേറ്റാസിലോ എവിടെയെങ്കിലും യൂണിറ്റ് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടില്ലെന്ന് അടിക്കും. നിങ്ങൾ വിട്ടുപോയതാണ്, നിങ്ങൾക്ക് അറിയാത്തതല്ല വിട്ടുപോയതാണെന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും? അവർ മാക്സിമം മാർക്ക് തരും. അത് മാത്രമല്ല നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾക്കൊരു സന്തോഷം കാണും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് താഴോട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? അവരങ്ങ് ഒഴിവാക്കിക്കളയും, അവരങ്ങ് കണ്ണടയ്ക്കുകയും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രം എഴുതാതെ അതിനെ നല്ല ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അത് കുറേ കൂടെ എക്സാമിനർക്കൊരു സന്തോഷവും ഈ കുട്ടിയുടെ പേപ്പർ കൊള്ളാമെന്നൊക്കെ ഒരു ഫീൽ അവരിലേക്ക് കൊണ്ടുവരികയും അത് കാരണം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം.